ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു തക്കാളി കൃഷിയെ പറ്റിയാണ്. അതായത് പലർക്കും ഒരു സംശയമാണ്, തക്കാളി നന്നായിട്ട് വിളവ് ലഭ്യമാകാൻ ഏത് രീതിയിലുള്ള മണ്ണൊരുക്കം വേണമെന്നുള്ളത്. ആദ്യമേ തന്നെ മണ്ണ് കുമ്മായം വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് തക്കാളി, വഴുതന, പച്ചമുളക് ഈ മൂന്ന് വിഭാഗവും വരുന്നത് ഒറ്റ കുടുംബത്തിലാണ്. അതായത് സൊളാനേസി എന്ന് പറയുന്ന സസ്യശാസ്ത്ര കുടുംബത്തിലാണ്. അവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഈ ബാക്ടീരിയൽ വാട്ടത്തിന് പെട്ടെന്ന് തന്നെ അടിമപ്പെടുന്ന ഒരു വിളകളാണ് ഈ പറയുന്ന തക്കാളി, വഴുതന, പച്ചമുളക്. അപ്പോൾ മണ്ണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് പരിപൂർണമായിട്ടുള്ള പരാജയമായിട്ട് മാറും. അപ്പം മണ്ണിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, കുറച്ച് സമയ ദൈർഘ്യമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിത്ത് കിട്ടുമ്പോഴേ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് അല്ലെ തൈ കൊണ്ടുവന്ന് വെക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അത് ഞാനും നേരത്തെ അങ്ങനെ ആയിരുന്നു ചെയ്യുന്നത്. എവിടുന്നേലും ഒരു തൈ കിട്ടിയാൽ കൊണ്ടുവന്ന് വെക്കുക, വളം വെച്ച് വെക്കുക. പക്ഷേ ഈ തക്കാളിയുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന് നന്നായിട്ട് കാഫലം ഉണ്ടാവുമ്പോഴാണ് ഇവ നന്നായിട്ട് നിന്ന നിപ്പിൽ തന്നെ വാടിത്തറയിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു വാട്ടരോഗം നമുക്ക് എങ്ങനെ ചെറുക്കാമെന്നതിനെ പറ്റി ആദ്യം ചെയ്യേണ്ടത് മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിൽ യാതൊരു കാരണവശാലും കുമ്മായമല്ലാതെ വേറെ അതായത് പച്ചക്കക്ക, അതേപോലെ ഡോളമൈറ്റ് ഇവ ഉപയോഗിക്കില്ല. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെള്ളവുമായിട്ട് ട്രീറ്റായി ആ ഒരു മണ്ണിലേക്ക് വരുമ്പോൾ അതിനകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ അതിനകത്തെ അമ്ലത മാറ്റുകയും ഒരു 15 ദിവസത്തെ ഇടവേളകളിൽ 15 ദിവസം ഗ്യാപ്പ് വേണം. നമ്മളൊരു ഗ്രോ ബാഗിലേക്കാണ് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് 100 ഗ്രാം കുമ്മായം ആ മണ്ണിന്റെ അളവിൽ എടുത്തതിന് ശേഷം ഇളക്കി വെള്ളം തെളിച്ച് ഇപ്പോൾ ഒക്കെ എന്ന് വെച്ചാൽ വേനൽ സമയമാണ്, ഒരു ടാർപ്പായൊക്കെ വെച്ച് മൂടിയിട്ട് ഒരു 15 ദിവസം ഇടുക. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനകത്ത് ആ ഒരു നല്ല രീതിയിലുള്ള ചൂട് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് ഒട്ടുമിക്ക ബാക്ടീരിയകൾ നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു മണ്ണ് നമ്മൾ പിന്നെയാണ് ഈ കൃഷിയിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇനി അത് ഏതൊക്കെ രീതിയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന മണ്ണ് ഏകദേശം 1 മാസം മുമ്പ് നന്നായിട്ട് കുമ്മായം ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ച മണ്ണാണ്. ഞാനിത് ഈ ഒരു ഗ്രോ ബാഗിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഗ്രോ ബാഗാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പോളി എസ്റ്റർ അഥവാ HDPE. ഇത് GSM ഏകദേശം 250 GSM മുകളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രോ ബാഗൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 6-7 വർഷം ഈട് നിൽക്കും. അപ്പോൾ ഇതിന് ഈ 15x15 ഉണ്ട്, 18x18 ഉണ്ട്. ഇത് ഏകദേശം ഒരു 40-42 സെന്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു ഇനം ഗ്രോ ബാഗാണ്. അപ്പം ഏകദേശം നമ്മുടെ സാധാരണ 40x24x24 എന്ന് പറയുന്ന ഗ്രോ ബാഗിന് ഇപ്പോഴത്തെ വില അനുസരിച്ച് ചിലപ്പോൾ 15-16 രൂപയൊക്കെയാണ് വില. അതിനകത്ത് ഏകദേശം അതിൻ്റെ അകത്തെ ആ ഒരു ഗ്രോ ബാഗിൻ്റെ 4 ഇരട്ടി മണ്ണ് ഈ ഒരു ഗ്രോ ബാഗിൽ കൊള്ളും. അപ്പം ഞാൻ ഇതുപോലുള്ളൊരു ഏകദേശം ഒരു അളവ് പാത്രത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിരട്ട ടൈപ്പിന് ഏകദേശം 20 ചിരട്ട മണ്ണാണ് സാധാരണ ഒരു ഗ്രോ ബാഗിൽ വരുന്ന മണ്ണ്. അപ്പം നമ്മൾ ഈ തക്കാളി കൃഷിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ഒരുപാട് താത്ത് തന്നെ ഈ തൈ വെക്കണം. ഇത് ഇപ്പം ഞാൻ നടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ അർക്ക സാമ്രാട്ട് എന്ന ഇനം തക്കാളിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടരോഗം ചെറുക്കും, പിന്നെ അതേപോലെ ബാക്കിയുള്ള അസുഖങ്ങളെ ചെറുക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മണ്ണിൽ ഇതെല്ലാം കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ അവർ പറയുന്ന രീതിയിലുള്ള വിളവ് ലഭ്യമാകത്തുള്ളൂ. അതായത് ഏകദേശം ഒരു 20 കിലോ തൂക്കം ഒരു തക്കാളി ചെടിയിൽ നിന്ന് കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഞാൻ ജൈവ രീതി നേരത്തെ നോക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ വിളവ് ലഭ്യമായിരുന്നു. പക്ഷെങ്കിൽ എന്നിരുന്നാലും നമ്മൾ നല്ല രീതിയിൽ ഈ മണ്ണ് നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അതിൻ്റെ വിളവും അതേപോലെ തന്നെ ആ കുമ്മായത്തിൻ്റെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പങ്ങളും അതിനും വാട്ടരോഗങ്ങളും ചിലപ്പോൾ ബാധിച്ചേക്കാം. നമ്മൾ ഈ ഒരു മണ്ണ് ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ഗ്രോ ബാഗ് മണ്ണാണ് എടുത്തത്. ഈ 40x24 ഏകദേശം ഇതിന് ഒരു 25 ചിരട്ട മണ്ണ് ഇതിനകത്ത് എടുത്തു. ഇനി അതിനകത്തേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ചാരം എടുക്കും. അപ്പോൾ ഈ ചാരം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വേറൊരു സൂത്രം ചേർക്കുന്നുണ്ട്. അത് തൈ നടുന്ന സമയത്താണ്. പക്ഷെ ആ ഒരു സൂത്രത്തിന് ഈ ചാരം ഇട്ട് കഴിഞ്ഞാൽ നിർജീവമായി പോകും. അതിന് വേറൊന്നുമല്ല, വാം അഥവാ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു തരം കുമിളാണ്. അത് നമ്മൾ ഏത് ജൈവ
അത് തികച്ചും ജൈവമാണ്. അത് ഏത് പച്ചക്കറി വിളകൾക്കും നമ്മൾ നടുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേരോട്ടം അതിവേഗതയിൽ വരും. അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫംഗസ് വേരിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പടർന്ന് വരുന്ന വേരിലേക്ക് ഇതിനുള്ളിലേക്ക് ഈ ഫംഗസിൻ്റെ ഹൈഫൈകൾ കയറും. അങ്ങനെ കയറി അതിനകത്ത് വെളിയിൽ കിടക്കുന്ന ഫോസ്ഫറസ് വളങ്ങളെ വിഘടിപ്പിച്ചിട്ട് ഈ വേരിനുള്ളിലേക്ക് കൊടുക്കും. അപ്പോൾ ആ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. ചെടികളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ദോഷവും അവിടെ സംഭവിക്കുന്നില്ല. അപ്പം ആ വാമ് പ്രവർത്തിക്കണമെങ്കിൽ ഈ ചാരം അതിനകത്ത് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും അടിയിലെ ഞാൻ ചാരം എടുത്തുള്ളൂ, പിന്നീട് ചാരം കൊടുക്കത്തില്ല. ചാരം കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം അടിവളം കൊടുക്കുക, പിന്നീട് മുകളിലേക്ക്. ഇനി ജൈവ രീതി നോക്കുമ്പോൾ അടിവളം കൊടുക്കുക, മുകളിലേക്ക് ഇലകളിലൂടെ കൊടുക്കുന്ന രാസവളം കൊടുക്കുക. അപ്പം ഞാൻ ഏകദേശം മിക്സായിട്ടാണ് കൊടുക്കുന്നത്. രാസവളത്തിൽ ഇലകളിലൂടെ കൊടുക്കുന്നുണ്ട്, ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ഒക്കെ ഈ പിന്നീട് കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ജൈവ രീതിയിലാണ് മണ്ണിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇച്ചിരി ചാരം ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ചേർക്കാൻ പോവാണ്. അപ്പോൾ ഈ ചാരം കുറച്ച് മണ്ണുമായിട്ട് മിക്സ് ചെയ്തത് ഞാൻ ഈ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും അടിത്തട്ടിലാണ് ഞാൻ ഈ ചാരവും ആദ്യത്തെ ഈ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണുമായിട്ട് ഏറ്റവും ചേർത്തത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ബാക്കി ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ വാം നിർജ്ജീവമായി പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇപ്പോൾ ബാക്കി വന്ന മണ്ണുണ്ടല്ലോ, ഇതിപ്പോൾ കുറച്ച് മണ്ണേ ഞാൻ ഇട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും ചേർക്കേണ്ട വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അടിസ്ഥാന വളങ്ങളാണ്. ഇതിപ്പം വേപ്പിൻ്റെ പിണ്ണാക്കാണ്. അത് ഏകദേശം നല്ലപോലെ പൊടിഞ്ഞ പിണ്ണാക്കാണ്. ഇത് ഏകദേശം വില കൂടിയ പിണ്ണാക്കാണ്. നമ്മൾ വിപണിയിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വിശ്വാസയോഗ്യമായിട്ടുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വേപ്പിൻ പിണ്ണാക്കിൽ ഒരുപാട് മായമുണ്ട്. അത് വില കുറഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് കല്ല് വരെ കാണും. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇട്ടു. സാധാരണ ഒരു ഗ്രോ ബാഗിലേക്ക് 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കാണ് ആദ്യം അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിത് ഏകദേശം 4 ഗ്രോ ബാഗിലുള്ള മണ്ണുണ്ടെന്ന് പറഞ്ഞു. ഇത് ആദ്യമേ തന്നെ ഈ മണ്ണെല്ലാം ഇടുന്നില്ല. തക്കാളി വളരുന്നതനുസരിച്ച് മണ്ണ് കയറ്റി കൊടുത്താൽ അതിനനുസരിച്ച് വേര് വരികയും അതിനനുസരിച്ച് വിളവ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള വിളകളുടെ കൂട്ടല്ല. തക്കാളി ഇത് ഏകദേശം നല്ല രീതിയിൽ പടർന്ന് പോകുന്ന ടൈപ്പുള്ളൊരു തക്കാളി കൂടിയാണ് ഈ അർക്ക സമ്രാട്ട്. അപ്പോൾ ഇത് ഏകദേശം അതിനിട്ടു. ഇനി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഫോസ് അഥവാ റോക്ക് ഫോസ്ഫേറ്റ്. ഞാൻ ഇവിടെ എല്ലുപൊടി ഉപയോഗിക്കത്തില്ല, പകരം ഈ രാജ്ഫോസ് ആണ് ഉപയോഗിക്കുന്നത്. രാജ്ഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പാറപ്പൊടിയാണ്. ഇതും തികച്ചും ജൈവമാണ്. ഇത് അടിവളമായിട്ട് തന്നെ ചേർത്തെങ്കിൽ മാത്രമേ ഇവ കിട്ടത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഫോസ്ഫറസ് ഉള്ളത് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന രൂപത്തിലാണ്. ഇത് ചെടികൾക്ക് ആ സമയത്ത് കിട്ടത്തില്ല. അത് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആയെങ്കിൽ മാത്രമേ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം മിനിമം ഒരു 10-60 ദിവസം ഈ മണ്ണിൽ കിടന്നെങ്കിൽ മാത്രമേ അത് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കാർഷിക സർവകലാശാലകളൊക്കെ ശുപാർശ ചെയ്യുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള വളങ്ങൾ അടിവളമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ വിളകൾക്കുള്ള, അതായത് അങ്ങനെ ഒരു 10-90 ദിവസത്തിനുള്ളിൽ തുടങ്ങുന്ന വിളവ് ലഭ്യമാവുന്ന വിളകൾക്ക് ഇത് നേരത്തെ തന്നെ അടിവളമായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ തൈകൾ നടാവെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ വളർച്ചാ ഘട്ടം പൂർത്തീകരിച്ച് അതിൻ്റെ കായ്ഫലങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിനകത്തുള്ള ആ വളങ്ങൾ അതിനകത്തോട്ട് ചെന്ന് കയറത്തുള്ളൂ, ആ മണ്ണിലേക്ക് ലയിച്ച് ചേർത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം എത്ര കൂടിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതിനകത്ത് ഒരു 1 കിലോ ഇട്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ചെടിക്കൊന്നും വിഷയം വരത്തില്ല. ഇത് രാസവളമല്ലാത്തതുകൊണ്ടേ. അപ്പോൾ അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഇത് കരിയില പൊടിഞ്ഞ കമ്പോസ്റ്റാണ്. ഇപ്പോഴ് വേനൽക്കാലമാണ്, ഇഷ്ടം പോലെ കരിയില നമുക്ക് സുലഭമായി ലഭ്യമാവുന്നതാണ്. ഇത് കണ്ടാൽ കരിയില പൊടിയാണെന്ന് ആരെങ്കിലും പറയുമോ? വെറുതെ കത്തിച്ച് കളയാതെ ഇത്തരത്തിലുള്ള കരിയിലയൊക്കെ കമ്പോസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിത് WDC അഥവാ വേസ്റ്റ് ഡീകമ്പോസർ വെച്ചിട്ടാണ് ഇവയെല്ലാം കമ്പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഈ WDC ഒക്കെ ഒറിജിനൽ സാധനമാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഏത് കരിയിലെയും അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടെ കമ്പോസ്റ്റ് ആയി കിട്ടുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഇതിപ്പോൾ വെറുതെ കത്തിച്ച് കളഞ്ഞായിരുന്നെങ്കിൽ വെറുതെ ചാരമായിട്ട് പോവുകയും ചെയ്യും. ഇതാകുമ്പോൾ അതിനകത്തെ ആ ജൈവ ഘടന, അതായത് ഓർഗാനിക് കാർബൺ ഇതിനകത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിട്ടു. അതിലേക്ക് തന്നെ ഇത് നേരത്തെ കമ്പോസ്റ്റ് ആക്കി വെച്ചിരുന്ന കോഴിവളമാണ്.
അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒരുമിച്ച് അങ്ങ് ഇടുക. WDC വെച്ച് കമ്പോസ്റ്റ് ചെയ്ത കരിയിലയും അതുപോലെ ഈ പറയുന്ന കോഴി വളവും ഇട്ടു. അതിനകത്തേക്ക് പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഒരുപാട് അങ്ങ് ചേർക്കുന്നില്ല, ഇതിനകത്തിട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർക്കാൻ പോവാണ്. അങ്ങനെ ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഗ്രോ ബാഗിനകത്ത് ഉള്ളിലേക്ക് നമുക്ക് ഇടാം. അങ്ങനെ ആ ഒരു ഗ്രോ ബാഗ് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. കാരണം ഇത് ഏകദേശം 4 ഗ്രോ ബാഗ് മണ്ണ് കൊള്ളുന്ന ഗ്രോ ബാഗ് ആയതുകൊണ്ട് പിന്നീട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അവിടേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു, മണ്ണെല്ലാം റെഡിയാക്കി. ഇനി ഇത് വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് ഏറ്റവും ഏകദേശം ഒരു 1/4 ഭാഗം ഇത് നിറച്ചിട്ടുള്ളൂ. ഞാൻ അതിലൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് ഇടാൻ പോകുന്നത് ഞാൻ ആ നേരത്തെ പറഞ്ഞ വാം അഥവാ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറയുന്ന ഫംഗസ് ആണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് അത് ഫംഗൽ സ്പോറുകളുള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് ഇടണം. അപ്പോൾ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ആ കുഴിക്കകത്ത് ആ ഒരു വാമിലേക്ക് ഡയറക്റ്റ് ആണ് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കേണ്ടത്. ഇതിപ്പം ഈ കാണുന്നത് അർക്ക സമ്രാട്ട് എന്നതിനും തക്കാളി തൈകളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു തൈ എടുക്കുകയാണ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഏകദേശം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിങ്ങെടുത്താൽ മതി. ഇതങ്ങനെ ഒരു തൈ എടുത്തു. അപ്പം ഇനി ഈ വാമിലേക്കാണ് വെക്കുന്നത്. വാമിലേക്ക് ആ വേര് വെക്കുക. അതിനുശേഷം ഈ മണ്ണ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പം ആ വേര് അതിനകത്തായല്ലോ. പിന്നീട് ഒരു കുറച്ച് വളർച്ച എത്തിയതിന് ശേഷം മാത്രം മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്തോറും ഈ തൈ വളർന്നു വരികയും ചെയ്യും. പിന്നീട് ഏകദേശം വളർച്ചാ ഘട്ടങ്ങളിലനുസരിച്ചാണ് മണ്ണ് കയറ്റി കൊടുക്കുന്നത്. അതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ചെയ്യുക. അതിനുശേഷം ഒരു 5 ദിവസത്തിന് ശേഷം ഹ്യൂമിക് ആസിഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാക്കി ഒഴിച്ചു കൊടുക്കുക. അത് ഏത് വിളകൾക്കും ഏറ്റവും നല്ലതാണ്. ഹ്യൂമിക് ആസിഡ് കൊടുക്കുമ്പോൾ ചെടികളുടെ വേരിന് ഒരു ഊർജ്ജം കിട്ടും, വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ. പ്ലസ് ഈ വാമ് ഈ പറയുന്ന ഫോസ്ഫറസ് വളങ്ങൾ ഇതിന് വലിച്ചെടുക്കാൻ സഹായിക്കും. നമ്മുടെ മണ്ണിലുണ്ട് ശരിക്കും വാമ്, പക്ഷെങ്കിൽ അതിൻ്റെ എണ്ണം തീരെ കുറവാണ്. രാസവളങ്ങളുടെ അമിത ഉപയോഗം കാരണം ഇവയെല്ലാം നിർജ്ജീവമായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും അടിയിൽ ചാരം കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് വാം നിർജ്ജീവമായി പോവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം വേര് താഴെ വരുന്നതിന് അവസാനം ഏറ്റവും അടിയിലേക്ക് പോയാലും അതിന് വിഷയമില്ല, അത് വേര് പോയി പൊട്ടാഷ് വളങ്ങൾ എടുക്കും. കൂടാതെ ഞാൻ ഇനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചാ ഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി All-19 അഥവാ 19-19-19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന രാസവളം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ചുവട്ടിലൊഴിച്ച് കൊടുക്കത്തില്ല, ഇലയെ മാത്രം. പിന്നീടുള്ള വളർച്ചാ ഘട്ടങ്ങളിൽ ഏതൊക്കെ രാസവളവും ജൈവവളമാണ് കൊടുക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.